ഫോണിന്റെ വില വൻതോതിൽ വർദ്ധിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു വർഷം മുൻപ് 50,000 രൂപ കൊടുത്ത് കിട്ടിയിരുന്ന അതേ സ്പെക്കുള്ള ഫോൺ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടണമെങ്കിൽ 70,000 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. അതേപോലെ തന്നെ ഇത് നടക്കുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ മാത്രമല്ല, മിഡ് റേഞ്ചിന്റെ അവസ്ഥ എടുത്തു നോക്കിയാൽ ഇത് തന്നെയാണ് അവസ്ഥ. അവിടെയും ഫോണിന്റെ വില വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പോലെ കമ്പനികളുടെ അത്യാഗ്രഹമോ അല്ലെങ്കിൽ ഇൻഫ്ലേഷനൊന്നും അല്ല. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് പറയുന്നത്. ആ വസ്തുക്കൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് വില വർദ്ധവിന് കാരണമാവുന്നതിനുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ വലിയ തോതിൽ ചർച്ച ചെയ്യാത്ത കുറച്ച് കാരണങ്ങളും ഈ വില വർദ്ധവിന് കാരണമാവുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ അഡീഷണലി നിങ്ങൾക്ക് ഈ വില വർദ്ധവിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന കുറച്ച് ടിപ്സും ഞാൻ പറഞ്ഞു തന്നിരിക്കും. അപ്പം വെൽക്കം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചോദിക്കുന്നത് ഗൂഗിളിനോടായിരുന്നു. എന്നാൽ ഇപ്പോൾ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്. നമുക്ക് എന്ത് സംശയം തോന്നിയിട്ടുണ്ടെങ്കിലും ChatGPT, ജെമിനി പോലുള്ള ചാറ്റ് ബോട്ടുകളോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ ചാറ്റ് ബോട്ടുകൾ തന്നെയാണ് നമ്മുടെ ഫോണിന്റെ വില കൂടാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നിയിട്ടുള്ള ഡൗട്ടായിരിക്കും, എങ്ങനെയാണ് ഈ ചാറ്റ് ബോട്ടുകൾ ഫോണിന്റെ വില കൂടാൻ കാരണമാകുന്നത് എന്ന കാര്യം. ഈ ചാറ്റ് ബോട്ടുകളൊന്നും നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ആകാശത്ത് നിന്ന് മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നതല്ല. നമ്മൾ ചോദിച്ച ചോദ്യം മനസ്സിലാക്കി അതിനുള്ള ആവശ്യമുള്ള ഡാറ്റാസ് വിവിധ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച് പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഉത്തരങ്ങൾ തരുന്നത്. ഇങ്ങനെ ഉത്തരങ്ങൾ തരണമെങ്കിൽ ഇവർക്ക് അഡ്വാൻസ് ആയ ഡാറ്റാ സെന്റേഴ്സിന്റെ ആവശ്യമുണ്ട്. ഈ അഡ്വാൻസ് ആയ ഡാറ്റാ സെന്റേഴ്സുകൾ പ്രവർത്തിക്കണമെങ്കിൽ അഡ്വാൻസ് ആയ റാമിന്റെ ആവശ്യമുണ്ട്, പവർഫുൾ പ്രോസസേഴ്സിന്റെ ആവശ്യമുണ്ട്, വൻതോതിൽ സ്റ്റോറേജിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇനി കമ്പനികൾ ഈ സാധനങ്ങളൊക്കെ വൻതോതിൽ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഫോണിന്റെ വിലയും വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് പേർക്ക് ഇപ്പോഴും സംശയം ബാക്കി നിൽപ്പുണ്ടാവും. ആ സംശയം മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഫോണിന് പ്രവർത്തിക്കാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ തപ്പി നോക്കിയിട്ടുണ്ടെങ്കിൽ തീരാവുന്നുള്ള കാര്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ റാം, സ്റ്റോറേജ്, പ്രോസസർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കമ്പനികൾ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണും ഉപയോഗിക്കുന്ന റാമും പ്രോസസറും സ്റ്റോറേജ് ഒക്കെ സെയിം ആണെന്ന്. ആകെ സ്റ്റോറേജിൽ മാത്രമേ കുറച്ച് സിമിലാരിറ്റി ഉള്ളൂ. ബാക്കി പ്രോസസറും റാമിന്റെ ഒക്കെ പെർഫോമൻസിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനികൾക്കും അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ കമ്പനികൾക്കും ഈ സാധനങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് റാമിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 3 കമ്പനിയാണുള്ളത്: മൈക്രോൺ, സാംസങ് ആൻഡ് ഹൈസെൻസ് എന്ന് പറയുന്നത്. ഇനി ചിപ്സെറ്റിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയും 2 കമ്പനിയാണുള്ളത്: TSMC അതുപോലെ തന്നെ സാംസങ് എന്ന് പറയുന്നത്. അതിൽ സാംസങ് നിർമ്മിക്കുന്ന പ്രോസസേഴ്സിനൊക്കെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങൾ തന്നെ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. സ്നാപ്ഡ്രാഗന്റെ 888 Gen 1 ഒക്കെ ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതിനൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് ആ പ്രോസസറൊക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് സാംസങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആരും സാംസങ്ങിന് പരിഗണന കൊടുക്കാറില്ല. മെയിൻ ആയിട്ട് എല്ലാവരും പരിഗണന കൊടുക്കുന്ന TSMC ആണ്. ഇതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ 90% അഡ്വാൻസ് ആയ 3 നാനോമീറ്റർ 4 നാനോമീറ്ററിന്റെ പ്രോസസർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് TSMC ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവരുടെ കുത്തക തന്നെയാണ്. എന്നാൽ TSMC പോലുള്ള പ്രോസസർ നിർമ്മിക്കുന്ന കമ്പനിയും മൈക്രോൺ പോലുള്ള റാം നിർമ്മിക്കുന്ന കമ്പനികളൊന്നും ഒറ്റ രാത്രി കൊണ്ടല്ല ഈ കുത്തകയൊന്നും സ്ഥാപിച്ചത്. ഈ കമ്പനികളെല്ലാം ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മുടക്കി വർഷങ്ങളോളം നീണ്ടു നിന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലാണ് ഈ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഫാക്ടറി സെറ്റപ്പ് തന്നെ 3 തൊട്ട് 5 വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയ പ്രോസസ്സാണ്. ആ പ്രോസസ്സിന്റെ ഇടയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ പോലും ഫുള്ള് കൊളായി പോകുന്നതായിരിക്കും. ഇത്രത്തോളം റിസ്ക്കും അതുപോലെ തന്നെ ഹൈ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഈ കമ്പനികളൊക്കെ മെയിൻലി വർക്ക് ചെയ്യുന്നത് തന്നെ പ്രോഫിറ്റ് ഫോക്കസ് ചെയ്തിട്ടാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എവിടെയാണ് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് അവർക്കായിരിക്കും ഇവർ മെയിൻലി മുൻഗണന കൊടുക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കടയുണ്ട് നിങ്ങൾ ഊഹിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വിവോന്റെ ഫോൺ വിറ്റിട്ടുണ്ടെങ്കിൽ ആ ഫോണിന്റെ വിലയുടെ 50% നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. എന്നാൽ റെഡ്മിയുടെ ഫോൺ വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ആയിരിക്കും കമ്മീഷൻ കിട്ടുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഏത് ഫോണായിരിക്കും കൂടുതൽ വിൽക്കാൻ ശ്രമിക്കുക? വിവോന്റെ ഫോൺ ആയിരിക്കില്ലേ? അതേ സംഭവം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ കമ്പനികൾക്ക് ആവശ്യമുള്ള റാമൊക്കെ നിർമ്മിച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10 തൊട്ട് 20% മാത്രമായിരിക്കും. എന്നാൽ ഇതേ സമയത്ത് കമ്പനികൾക്ക് ആവശ്യമുള്ള റാം നിർമ്മിച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 40 മുതൽ 50% ആയിരിക്കും. ഒരു പ്രൊസസറിന്റെ കാര്യം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ കമ്പനികൾക്ക് ആവശ്യമുള്ള പ്രൊസസർ നിർമ്മിച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 30 മുതൽ 40% ആയിരിക്കും. എന്നാൽ ഇതേ സമയത്ത് കമ്പനികൾക്ക് നിർമ്മിച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 60 മുതൽ 80% ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് പറയുന്നത് കമ്പനികൾക്ക് തന്നെയായിരിക്കും. ഇതിന് കൂടെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ഇമാജിൻ ചെയ്യുക. നിങ്ങൾ കടയിലേക്ക് 2 പേര് ഫോൺ മേടിക്കാൻ വരികയാണ്. അതിൽ ഒരാൾ പറയുകയാണ് എനിക്ക് റെഡ്മിന്റെ ഫോൺ വേണമെന്ന്. രണ്ടാമത്തെ ആൾ പറയുകയാണ് ഇവിടുത്തെ വിവോന്റെ ഫോൺ മൊത്തം ഞാൻ മേടിച്ചോളാം, അതിന് കൂടെ തന്നെ അടുത്ത മാസമുള്ള വിവോന്റെ ഫോൺ കൂടി ഞാൻ മേടിച്ചോളാം എന്ന്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പരിഗണന ആർക്കായിരിക്കും കൊടുക്കുക? വിവോന്റെ ഫോൺ മേടിക്കാൻ വന്ന ആൾക്കാർ. അതേ സംഭവം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ കമ്പനികൾ ഈ സാധനങ്ങളൊക്കെ വൻ ക്വാണ്ടിറ്റി ആണ് മേടിച്ച് കൂട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ ഇവർ അടുത്ത വർഷത്തേക്ക് നിർമ്മിക്കുന്ന റാം പ്രോസസറൊക്കെ അഡ്വാൻസ് പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് വെക്കാനും ഇവർ തയ്യാറാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് നിർമ്മിക്കുന്ന 40%-ഓളം റാം ഓപ്പൺ ആയ കമ്പനി ഓൾറെഡി പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ അവസ്ഥയുള്ളതുകൊണ്ട് തന്നെ ഈ കമ്പനികളെല്ലാം കമ്പനികൾക്ക് ആവശ്യമുള്ള പാർട്സിന് മുൻഗണന കൊടുത്ത് അതിന്റെ പ്രൊട്ടക്ഷൻ കൂട്ടുകയും മൊബൈൽ ഫോൺ കമ്പനികൾക്ക് ആവശ്യമുള്ള പാർട്സിന്റെ പ്രൊട്ടക്ഷൻ കുറയ്ക്കുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ കമ്പനികൾക്ക് ആവശ്യമുള്ള റാമിന്റെ പ്രൊസസറിന്റെ ഒക്കെ സപ്ലൈ കുറയും, ഇതിന്റെ ഡിമാൻഡ് കൂടുന്നതായിരിക്കും. അങ്ങനെ ഡിമാൻഡ് കൂടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ വില കൂടുന്നതായിരിക്കും. പക്ഷേ മൊബൈൽ ഫോൺ കമ്പനികൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ അധിക വില കൊടുത്ത് അവർ സാധനം മേടിക്കുന്നതായിരിക്കും. അങ്ങനെ കൊടുക്കുന്ന ഈ അധിക വില ഫോണിന്റെ വില കൂട്ടി നമ്മളെ തലയിൽ ഇട്ട് തരുന്നതായിരിക്കും. പക്ഷേ ഇത് മാത്രമല്ല പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ മിക്കവരുടെ ഫോണിൽ കുറേ ഫീച്ചേഴ്സുകളുണ്ട്. അതിൽ മിക്കതും പ്രൈവസി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഡാറ്റാ സെന്റേഴ്സിലല്ല പ്രവർത്തിക്കുന്നത്, നമ്മളെ മൊബൈൽ ഫോണുകളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഓൺ ഡിവൈസ് AIs ആണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല കാര്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് തോന്നിയ പോലെ തന്നെ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ AI മോഡൽസുകളൊക്കെ റൺ ചെയ്യണമെങ്കിൽ അഡ്വാൻസ് റാം വേണം, വൻതോതിൽ സ്റ്റോറേജ് വേണം, പവർഫുൾ ആയ പ്രൊസസേഴ്സ് വേണം. അതും സാധാരണ പ്രൊസസർ അല്ല. ഈ AI മോഡൽസുകളൊക്കെ റൺ ചെയ്യാൻ പറ്റുന്ന ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ്
ക്വാളിറ്റിയിലുള്ള പ്രൊസസ്സർ വേണം. എന്നാൽ ഈ റാമും പ്രൊസസ്സറൊക്കെ നിർമ്മിക്കുന്ന കമ്പനികളെ കമ്പനികൾ ചാക്കിലിട്ടുകൊണ്ടുള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വൻതോതിൽ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ ഫോണുകളുടെ വില കൂട്ടി നമ്മളെ തലയിലായിരിക്കും അവർ ഇട്ട് തരാൻ പോകുന്നത്. ഇതിനൊക്കെ പുറമെ നമുക്ക് ഇന്ത്യക്കാർക്ക് വേറെ പ്രശ്നം കൂടി ഉണ്ട്. ഈ ഇൻഡസ്ട്രീനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. ഇന്ത്യയിലെ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണുകളൊക്കെ വിദേശത്ത് നിന്ന് പാഴ്സൽ വന്ന് ഇവിടെ അസംബിൾ ചെയ്ത് മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്ന പരിപാടിയാണ്. അല്ലാണ്ട് കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് തന്നെ പാഴ്സൽ വരണം. അതിന്റെ പണ ഇടപാടുകളെല്ലാം നടക്കുന്ന ഡോളേഴ്സിലാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പാർട്സിന്റെ വില കൂടുന്നതായിരിക്കും. ആ പാർട്സുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫോണുകളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഫോണുകളുടെ വില കൂടാനും ഇത് കാരണമാക്കുന്നതായിരിക്കും. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വില വർധന രക്ഷപ്പെടാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ മെയിൻലി ചെയ്യേണ്ടത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ വർഷവും ഫോൺ അപ്ഗ്രേഡ് എന്ന പണി നിർത്തുക. മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ചേഞ്ചസ് ഒന്നും ഇല്ല. ഉദാഹരണത്തിന് സാംസങ്ങിന്റെ S26 S25 എടുത്ത് നോക്കുമ്പോൾ ക്യാമറയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഫാസ്റ്റ് ചാർജിങ് വന്നു. പിന്നെയെന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രൈവസി ഡിസ്പ്ലേ ആണ്. അല്ലാണ്ട് വലിയ വ്യത്യാസമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ S25 നിന്ന് S26 അപ്ഗ്രേഡ് ചെയ്യാതിരിക്കുക. 2-3 വർഷം കൂടുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് പൈസ ലാഭിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഫോൺസ് എടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പഴക്കമുള്ള ഫോൺസ് എടുക്കാനല്ല സജസ്റ്റ് ചെയ്യുന്നത്. ചിലവർക്ക് ഓരോ വർഷവും ഈ ഫോൺസ് അപ്ഗ്രേഡ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെ ഫോൺസുകൾ നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല തോതിൽ പൈസ കുറഞ്ഞ് കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ട്രസ്റ്റഡ് സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ മേടിക്കാവൂ. അല്ലെങ്കിൽ പൈസ ലാഭിക്കാൻ പോയിട്ട് പൈസ കൂടുതൽ കൊണ്ട് കളയേണ്ട അവസ്ഥ വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഫോൺ കമ്പനീസുകൾ ഒരു വർഷം കൂടുമ്പോൾ ഇവരെ ഫോൺസ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് അവരെ ഓൾഡ് മോഡൽസുകൾ ഡൗൺഗ്രേഡ് ചെയ്യുന്ന പരിപാടിയാണ്. സാംസങ് അങ്ങനെ പണ്ടൊക്കെ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ല സംഭവം ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് മാത്രം എടുക്കുക. മൂന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം പഴക്കമുള്ള മോഡൽസ് എടുക്കുക. ഇപ്പോൾ S26 ഇറക്കുമ്പോൾ S25 മോഡലിന്റെ വില കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമില്ല. അപ്പോൾ S25 എടുക്കുകയാണെങ്കിൽ പൈസ കുറഞ്ഞും കിട്ടും. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനികൾ അപ്ഡേറ്റിലൂടെ ഈ സാധനങ്ങൾ ഡൗൺഗ്രേഡ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. അങ്ങനെ ഡൗൺഗ്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എടുക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മാസം ഉപയോഗിക്കുമ്പോഴേക്ക് ആ ഫോണിൻ്റെ ഒരു ഫീലിംഗ് പോയി കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു സുഖമുള്ള കാര്യമായിരിക്കില്ല. അത് ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസിന് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. സെയിൽസിൻ്റെ സമയത്ത് കുറേ ഓഫേഴ്സുകളൊക്കെ വരാറുണ്ട്. പക്ഷേ സെയിൽസിൽ എല്ലാ ഓഫേഴ്സുകളും നല്ലതല്ല എന്ന് ഞാൻ ഓൾറെഡി അറിയിച്ചേക്കാം. ചില കമ്പനികളൊക്കെ സെയിൽസ് തുടങ്ങുന്ന 2-3 ദിവസം മുൻപ് വില കൂട്ടിയിട്ട് വില കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് നോക്കാൻ വേണ്ടി കുറേ എക്സ്റ്റൻസുകൾ കിടപ്പുണ്ട്. ഞാൻ തന്നെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഒക്കെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ലിസ്റ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വാല്യൂ ഫോർ മണി ആയ ഓഫേഴ്സുകൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഫോൺ മേടിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പൈസ അയക്കുന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ജെന്യുവൽ ഡീൽസ് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക.